ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് പുതിയ സിനിമ റിവ്യൂ ആയിട്ട് വന്നേക്കണേ. ഗസ് ചെയ്യാൻ പറ്റുമോ? പ്രകമ്പനം പ്രകമ്പനം മൂവിയുടെ റിവ്യൂ ആയിട്ട് വന്നേക്കണേ. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഞാൻ പറയണ്ടേ, എന്റെ ഒരു കാഴ്ചപ്പാടാ. ഞാൻ സിനിമേനെ കണ്ടിട്ട് എന്റെ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്. അത് കാഴ്ചപ്പാട് മാത്രമല്ല, അതിൽ കുറച്ച് ഇൻഫോർമേഷൻസ് തരും എങ്ങനെയാ സിനിമ എന്നുള്ളത്. പക്ഷെ എന്റെ കാഴ്ചപ്പാടാ. ഞാനൊരു സാധാ ഒരു സ്റ്റാർട്ടർ യൂട്യൂബർ ചാനലാ. അപ്പൊ അതിൻ്റെതായ കുറച്ച് ഫ്ലോസ് ഒക്കെ ഉണ്ടാവും. വേണ്ടില്ലേ, ക്ലാരിറ്റി, എഡിറ്റിംഗ് ഇഷ്യൂ അതൊക്കെ ഉണ്ട്. കാരണം നമുക്കതൊന്നും അറിയില്ല. നമുക്ക് എന്റെ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യണം. അതോടെ വരുമാനം കിട്ടി കഴിഞ്ഞാൽ സന്തോഷമായി. അതും കൂടി ഉണ്ട് ഉദ്ദേശം. പക്ഷെ അതെന്തായാലും ഈ അടുത്തൊന്നും നടക്കില്ല. ബിഗിനറാണ്, ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണം. റിവ്യൂ പ്രകമ്പന സിനിമ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് കുറച്ച് കോളേജ് പിള്ളേര് തമ്മിൽ ഇങ്ങനെ ഉണ്ടാവുന്ന സംഭാഷണങ്ങളും അവർ തമ്മില് കോളേജ് ലൈഫിലത്തെ ഓരോ കാര്യങ്ങളും കാണിച്ചു കൂട്ടുന്നതാണ് പ്രകമ്പനം ഫസ്റ്റ് ഹാഫിൽ കാണിക്കണേ. അതിൽ നടന്മാര് എന്ന് പറയുന്നത് സാഗർ സൂര്യനെ അറിയാലോ, പണി സിനിമത്തെ. പിന്നെ ഗണപതി, പിന്നെ അല്ലമീൻ, നമ്മുടെ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള അല്ലമീൻ, പിന്നെ ശീതൽ ജോസഫ്, അവിടെ ഒരു നടി, റീൽസ് ഒക്കെ ചെയ്ത് ഇപ്പൊ പുതിയ ആദ്യത്തെ പടം കാണും, ആദ്യത്തെ രണ്ടാമത്തെ പടം കാണും, ന്യൂ ആക്ടറാ. അവർ തമ്മിൽ കോളേജിലത്തെ ഓരോ കാര്യങ്ങളും കോളേജിലത്തെ ഓരോ തമാശകളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകണം. നല്ല തമാശകളൊക്കെ ഉണ്ട് കേട്ടാ, ചിരിക്കാനൊക്കെ നല്ല തമാശകളുണ്ട്. ഞാൻ തിയേറ്ററിലൊക്കെ അത്യാവശ്യം നല്ല ചിരിയായിരുന്നു ആൾക്കാർ. അത് മാത്രല്ല, തിയേറ്ററിൽ ചിരി മാത്രല്ല, അതിനുള്ളത് ഉണ്ട്. വെറുതെ ചിരിക്കുക, ഇപ്പൊ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ ചിരിക്കും. 100 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിരിക്കടാന്ന് പറഞ്ഞ് ചിരിക്കും. അങ്ങനെയല്ല, ചിരിക്കാനുള്ള തമാശകളുണ്ട്. ഞാൻ അത്യാവശ്യം ചിരിച്ചു. ഞാൻ വല്ലാതെ ചിരിച്ചൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് ചിരിച്ചു. പിന്നെ ആക്ടർമാര് എന്ന് പറയുമ്പോ ആക്ടർമാർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. മോശമില്ല എന്ന് പറയാം, ആരും മോശമായിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോ കുറച്ചുകൂടിയും സിനിമ കുറച്ചുകൂടി വ്യത്യാസമാവും. കാരണം ഒരു ന്യൂജൻ പ്രേതകഥ എന്നൊക്കെ പറയില്ലേ, പേടിപ്പിക്കാനുള്ള പ്രേതമല്ല, പക്ഷെ ഒരു രസമുള്ള ഒരു പ്രേതം നമുക്ക് കണ്ടിരിക്കാനുള്ളത്. അതുപോലെ ഒരു ചെറിയ പ്രേത തീമിക്ക് മാറും സിനിമ. എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ പ്രേതബാധ ഒരാളുടെ കയറി, മല്ലിക സുകുമാരന്റെ ഒക്കെ ഉണ്ട് കേട്ടോ. മല്ലിക സുകുമാരനാണ് ഇന്ത്യയാണ് പ്രേതം, വേറെ ആൾക്ക് വരാ. അത് പ്രേതം വന്നിട്ട് അവരുടെ ക്യാരക്ടർ ഒരാൾക്ക് കിട്ടും. ആ ക്യാരക്ടർ മറ്റോ കാണിച്ചു കൂട്ടും ആ കിട്ടിയ ആൾക്ക്. ആ പ്രേതബാധ ആർക്ക് കിട്ടിയോ ആ കിട്ടിയ ആള് ബാധയുടെ ക്യാരക്ടറുകൾ കാണിച്ചു കൂട്ടും. അങ്ങനെ ഒരു തമാശപരമായിട്ടുള്ള ഒരു സിനിമയാണ്. വൺ ടൈം വാച്ചബിളാ. കാരണം അത് സിനിമയ്ക്ക് പ്രത്യേകിച്ചൊരു കഥകളൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു വന്നു, കോളേജ് ലൈഫ് കാണിച്ചു, അതിലത്തെ ഒരു പ്രശ്നം കാണിച്ചു, ആ പ്രശ്നം വെച്ച് ഇങ്ങനെ നീണ്ടുപോണു. എല്ലാരും കുഴപ്പമില്ലാണ്ട് അഭിനയിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജേഷാണ്. രാജേഷിനില്ലേ, നമ്മുടെ മറ്റേ സിനിമയുടെ പേര് കുഞ്ചാക്കോ ബോബന്റെ മാല മോഷ്ടിച്ചിട്ട്, ആ സിനിമയിലത്തെ രാജേഷ് മാധവൻ. അവൻ നന്നായി അഭിനയിച്ചില്ലേ. അവനാണ് ഒരു സൈക്കോ പോലത്തെ ഒരാള്. കുഴപ്പമില്ല, വലിയ സൂപ്പർ ഒന്നല്ല കുഴപ്പമില്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു വട്ടം സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ പൈസ നഷ്ടപ്പെടുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇന്നത്തെ സിനിമ റിവ്യൂ. പിന്നെ ഡയറക്ടർ പുതിയൊരു ഡയറക്ടറാണ്. ഇതിനേക്കാളും മുന്നേ ഒരു സിനിമ പിടിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ഗുണമൊന്നുമില്ല, കുഴപ്പമില്ല. പക്ഷെ ഇനി നല്ലോണം ഇമ്പ്രൂവ് ആവാണ്ട് ഡയറക്ടർ. ഇങ്ങനെ ഒരു കഥയിലാണ്ട് ഒരു സ്റ്റോറി പിടിക്കുക. വൺ ടൈം വാച്ചബിൾ. പിന്നെ പിള്ളേർക്കൊന്നും കുഴപ്പമില്ല. പിള്ളേർക്ക് സിനിമ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അങ്ങനെ കണ്ടുപോവാം. പക്ഷെ കുറച്ചുകൂടി അപ്പർ ഫാമിലി ഓഡിയൻസിന് ഒരിക്കലും പറ്റില്ല. ഫാമിലി ഓഡിയൻസിന് ഈ സിനിമ പറ്റില്ല. അവര് ഇത് എന്ത് സിനിമ, ഇത് വെറുതെ എന്തൊക്കെ കാണിച്ചു കൂട്ടി സ്വന്തം അതിൽ ചിരിക്കാനൊക്കെ ഉണ്ട്, പക്ഷെ കഥ തീരെയില്ല. ഫാമിലി ഓഡിയൻസിന് പറ്റില്ല, ഉറപ്പ്. ഫാമിലി ഓഡിയൻസ് പറ്റും. ഒരു 35 to 40 ഏജുള്ള ഫാമിലി ഓഡിയൻസിന് പറ്റും. അതിനേക്കാളും മുകളിൽ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് ഇതിൽ നിന്നൊന്നും നേടാനില്ല ഈ സിനിമയിൽ നിന്ന്. വെറുതെ ടൈം. അവർക്ക് ആ തമാശകളൊന്നും തമാശകളായിട്ട് തോന്നില്ല. അതാ എനിക്ക് പേഴ്സണലി തമാശകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തോന്നി. ചിരിക്കാനൊക്കെ ഉണ്ട്, കുഴപ്പമില്ല.
അങ്ങനെ തോന്നി. പക്ഷെ ഞാൻ പറയുന്നത് അപ്പർ ഫാൻ ഇപ്പൊ യങ്സ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അത്. അതിൽ അവർ ആ കുഴപ്പമില്ലാണ്ട് വിജയം കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരും ആരും പടത്തിനെ പറ്റി മോശം പറയില്ല. മോശം പടാന്ന് പറയില്ല. എല്ലാരും പറയും കുഴപ്പമില്ല, നല്ലായിരുന്നു, ഒരു വട്ടം കാണാം. അതുപോലത്തെ കമന്റ്സുകളാണ് പറയാ. കമന്റ്സുകളല്ല, അവരുടെ ഒപ്പീനിയൻസ് അങ്ങനെയായിരിക്കും. എന്റെ ഒപ്പീനിയൻ എങ്ങനെയാ തന്നെ, ഒരു വട്ടം കാണാം, രസമായിട്ട് കാണാം, തിരിച്ചു വരാം. അങ്ങനെയാണ് ഇന്നത്തെ റിവ്യൂ. നിങ്ങൾ നമ്മളെ സഹായിക്കണം. എന്നിട്ട് തന്നെ നല്ലൊരു യൂട്യൂബിൽ നല്ലൊരു ഇൻഫ്ലുവൻസർ ആക്കി മാറ്റാൻ നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ ലൈക്സും സബ്സ്ക്രിപ്ഷനാണ് നമ്മളെ വിജയിപ്പിക്കുക. താങ്ക് യു. ഞാൻ ഇനി ഉണ്ടാവും അടുത്ത റിവ്യൂ ആയിട്ട്. ട്യൂൺ ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു.